പ്രിഡേറ്ററി ജേണൽ. കൊളറാഡോ സർവകലാശാലയിലെ ലൈബ്രറിയനായ ജെഫ്രി ബീലാണ് പ്രിഡേറ്ററി ജേണൽ എന്ന സംജ്ഞ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഗുണനിലവാരമില്ലാത്തതും രചയിതാവിൽ നിന്ന് അമിതമായി ഫീസ് ഈടാക്കുന്നതുമായ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അക്കാദമിക ജേണലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധിച്ച അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശകലനം നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ജേണലുകളെ അദ്ദേഹം പ്രിഡേറ്ററി ജേണൽ എന്ന സംജ്ഞയ്ക്ക് കീഴിൽ അണിനിരത്തി. പ്രിഡേറ്ററി ജേണലുകളെ തിരിച്ചറിയുന്നതിനായി അദ്ദേഹം 14 ഇന മാർഗരേഖയും തയ്യാറാക്കിയിരുന്നു. 1. ജേണലുകളുടെ സമാനമായ പേര്. 2. മോശം രൂപകൽപ്പനയിൽ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്. 3. എഡിറ്റോറിയൽ ബോർഡിനെക്കുറിച്ച് ലഭ്യമായ പൂർണ്ണമായ വിവരങ്ങൾ ഇല്ലാതിരിക്കുക. 4. പ്രധാന ഡാറ്റാബേസുകളിൽ ചിലതെങ്കിലും പട്ടികപ്പെടുത്തിയിട്ടുണ്ടാവില്ല. 5. അവ്യക്തമായ സമർപ്പിക്കൽ മാർഗനിർദ്ദേശങ്ങൾ. 6. വ്യാജ പ്രസിദ്ധീകരണ ചരിത്രം. 7. നിശ്ചിത ഫീസ് ഓരോ പ്രസിദ്ധീകരണത്തിനും ഈടാക്കുന്നു എന്നത്. 8. അപകീർത്തികരവും അഴിമതി കേന്ദ്രീകൃതവുമായ നിലപാട്. 9. പ്രിഡേറ്ററി ജേണലുകൾ നമ്മളിലേക്ക് പ്രബന്ധങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളത്. 10. പിയർ റിവ്യൂ പ്രോസസ്സ് പാലിക്കുന്നില്ല. 11. കാലതാമസം ഒട്ടും തന്നെ കൂടാതെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. 12. കോപ്പി എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് എന്നിവ നടത്തുന്നില്ല. 13. IP നിയമങ്ങൾ ലഘൂകരിച്ച ഒരു രാജ്യത്താണ് ഈ ജേണലിൻ്റെ ഉത്ഭവം എന്നുള്ളത്. 14. കൃത്യമായ ഇൻഡെക്സിംഗ് രീതികൾ പാലിക്കുന്നില്ല. പ്രിഡേറ്ററി പ്രസാധകരുടെ സവിശേഷതകൾ. 1. അവരുടെ പ്രാഥമികമായ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗവേഷകരിൽ നിന്നും പ്രസിദ്ധീകരണത്തിനായി അവർ നിശ്ചിത തുക ഈടാക്കുന്നു. 2. പ്രസിദ്ധീകരിക്കുന്ന പ്രബന്ധത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാകുന്നില്ല. അതായത് എഡിറ്റിംഗ്, പിയർ റിവ്യൂ പ്രോസസ്സുകളിലൂടെ ഈ ജേണലുകളോ അവയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന അക്കാദമിക പ്രബന്ധങ്ങളോ കടന്നു പോകുന്നില്ല. 3. ഇമ്പാക്റ്റ് ഫാക്ടറുകളെക്കുറിച്ചും ഇൻഡെക്സിംഗ് രീതികളെക്കുറിച്ചും അവർ തെറ്റായ അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നു. അക്കാദമിക പ്രബന്ധങ്ങളുടെ ഗുണനിലവാരം എന്നതിനേക്കാൾ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറുന്നതിനാൽ അധാർമികമായ ബിസിനസ് രീതികളിലാണ് ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്തത്, ISSN തെറ്റായി ഉപയോഗിക്കുന്നു. ആഘാത ഘടകങ്ങളെ ഉദ്ധരിക്കുകയോ നിലവിലില്ലാതിരിക്കുകയോ ചെയ്യുക. അക്കാദമിക പ്രസിദ്ധീകരണത്തിൻ്റെ അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക. പ്രബന്ധം അക്കാദമികമായി പ്രസിദ്ധീകരിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ. സ്കോപ്പസ് പോലുള്ള നല്ല ഡാറ്റാബേസുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറഞ്ഞ ഇൻഡെക്സുള്ള ബോർഡർ ലൈൻ ജേണലുകൾ. ഇത് പിന്നീട് ജേണൽ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള സാധ്യത കുറയ്ക്കും. അമിതമായി പൊതുവായ പേരുകളുള്ള കോൺഫറൻസുകളിൽ നിന്നുള്ള ക്ഷണങ്ങൾ. ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എന്നിവയെക്കുറിച്ചുള്ള ആഗോള സമ്മേളനങ്ങൾ. 3. വ്യത്യസ്ത മേഖലകളെ സംയോജിപ്പിക്കുന്ന വളരെ വലിയ സമ്മേളനങ്ങൾ. 4. സൗജന്യ ഇമെയിൽ അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിലുകളിൽ നിന്നുള്ള ക്ഷണങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക. 5. താരതമ്യേന അജ്ഞാതരായ പ്രഭാഷകർ, വ്യക്തമല്ലാത്ത അജണ്ട, വ്യക്തമല്ലാത്ത പിയർ റിവ്യൂ അല്ലെങ്കിൽ കോപ്പിയടി വിരുദ്ധ നയങ്ങൾ എന്നിവയുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാതിരിക്കുക. കുറഞ്ഞ സമയത്തിൽ പ്രസിദ്ധീകരണം അവകാശപ്പെടുകയും ധാരാളം പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഇവൻറ്റുകൾ പോലെ തോന്നിക്കുന്നതുമായ സമ്മേളനങ്ങൾ കഴിവതും ഒഴിവാക്കുക.